ബിസിനസ് തന്നെയാണ് ഇതെല്ലാം. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരമാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കേണ്ടത് കാര്യമുള്ളത്. ഇപ്പോഴും തന്നെ റിപ്പോർട്ടർ ചാനലിൽ MP ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പ്രകടിപ്പിച്ചത്? റിപ്പോർട്ടർ ചാനലാരാ? ഇവിടെ ആരാ പ്രകടിപ്പിച്ചത്? വെറുതെ ഓരോ കാര്യങ്ങൾ എഴുതി അടിച്ചു വിടുകയാണ്. ഇത് എന്നോട് പറയാനേ ഇല്ല. വർത്താനം തന്നെ പറയാൻ പറ്റില്ല. കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടീൻ്റെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അത്രയാണ് പാർട്ടിക്കെതിരെ തന്നെ. പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന പാർട്ടിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് EP കുമാഷും പറയുന്നു. അങ്ങനെയാണ് പാർട്ടി അത് ആ രീതിയിൽ പാർട്ടി പരിശോധിക്കുമോ? ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ ഉണ്ടായിരുന്ന കാര്യം? പാർട്ടിക്ക് തന്നെ നിയമ നടപടിയെ മുന്നോട്ട് പോയിക്കൊടുക്കും മാഷെ. അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. പാർട്ടിക്ക് തന്നെ അതിനകത്ത് നിയമപരമായി മുന്നോട്ട് പോയിക്കൂടെ? EP ജയരാജനെ മാത്രം ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. ഈ പാർട്ടിക്ക് തിരിച്ചടിയല്ലേ മാഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്? അപ്പോൾ അത് പരിശോധിക്കണ്ടേ? എല്ലാറ്റിൻ്റെയും ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു. എല്ലാറ്റിൻ്റെയും ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. മറ്റൊരു നല്ല വായനക്കാരനാണ്. അതായത് നമുക്കറിയാവുന്ന DC ബുക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസാധകരാണ്. അവർ ഒരു 170 പേജുള്ള ഒരു പുസ്തകം അതിന് മുഴുവൻ വന്നിട്ടുണ്ട്. മുഴുവൻ PDF വന്നിട്ടുണ്ട്. അത് മുഴുവൻ അവർ EP-നെ പോലെ ഒരു മുതിർന്ന നേതാവിൻ്റെ പേരിൽ മുഴുവൻ അവർ തന്നെ തയ്യാറാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതിലൊരു അനൗചിത്യമില്ലേ? ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറം ഒരു കാര്യവും പറയേണ്ടിയില്ല. പുസ്തകം എഴുതി കഴിഞ്ഞിട്ടില്ലെന്നാണ് EP പറഞ്ഞിരിക്കുന്നത്. പുസ്തകം എഴുതുന്ന കാര്യം പാർട്ടിക്ക് അറിയാം. ഇപ്പോൾ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. വാർത്ത ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പത്രത്തിലാണ്. അത് ഇതേപോലെ സമാനമായി മുഖ്യമന്ത്രിക്കെതിരെയും മുൻപൊരു ദേശീയ മാധ്യമം പത്രം തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ദേശീയ മാധ്യമം ഇതിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയെ പ്രസിദ്ധീകരിക്കുന്നു. ഇതിന് മുൻപും സമാനമായ രീതിയിലുള്ള ഉദാഹരണം മലപ്പുറം മുഖ്യമന്ത്രിയുടെ പരാമർശം ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഇതിന് ദേശീയ തലത്തിൽ തന്നെ ഉണ്ട് എന്നൊരു സംശയം പാർട്ടിക്കോ മാഷക്കോ തോന്നുന്നുണ്ടോ? ജയരാജൻ തന്നെ എഴുതിയില്ല എന്നും ജയരാജൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങളെന്തിനാ ഉത്തരം പറയാൻ പോകുന്നതും? നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക, നിങ്ങൾ തന്നെ അതിന് അഭിപ്രായം ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ മറുപടി വാങ്ങുക, എന്നിട്ട് വാർത്ത പ്രസിദ്ധീകരിക്കുക. അത് ഞങ്ങൾക്ക് തീർക്കുക. ഞാൻ തീർക്കില്ല. അത് നേരത്തെ പറഞ്ഞാ ഞങ്ങൾക്കൊരു സംശയം തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ജയരാജനോട് ചോദിച്ചാൽ മതി. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പറയാത്തതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏൽപ്പിക്കാത്ത ഒരു കാര്യം DC ബുക്സ് പോലെയുള്ള ഒരു കണ്ടന്റായി അത് പുറത്തു വരുമ്പോൾ പാർട്ടി അതിനെ എങ്ങനെയാണ് കാണുന്നത്? നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്? അത് വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൊടുക്കട്ടെ.